വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ദർഭ ശുദ്ധവസ്തുവായതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദർഭയുടെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഇതിനു കാരണമായ ഗരുഡൻ്റെയും നാഗത്തിൻ്റെയും ചരിത്രം കൂടിയാണ് പറയുന്നത്. പണ്ട് കശ്യപൻ്റെ ഭാര്യമാരായ വിനതയും കദ്രുവും ഗർഭിണികളായി. കദ്രുവാണ് ആദ്യം പ്രസവിച്ചത്. കദ്രു 1000 മുട്ടകളെ പ്രസവിച്ചു. വിനത 2 മുട്ടകളെ പ്രസവിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് 1000 പാമ്പിൻ കുഞ്ഞുങ്ങളായി. എന്നാൽ 500 വർഷം കഴിഞ്ഞിട്ടും വിനതയുടെ മുട്ട വിരിഞ്ഞില്ല. ദുഃഖം തോന്നിയ വിനത അതിൽ ഒരു മുട്ട പൊട്ടിച്ചു. അതിൽ നിന്നും പകുതി, ഏകദേശം അരവരെ ദേഹത്തോടു കൂടിയ അത്യധികം പ്രഭ ചൊരിയുന്ന ഒരു സുന്ദരപുത്രൻ പുറത്തു വന്നു. ആ പുത്രനെ തൻ്റെ മാതാവിനോട് ഈർഷ്യയാണ് തോന്നിയത്. തൻ്റെ വളർച്ച പൂർണ്ണമാകാത്തതിൽ ദുഃഖവുമുണ്ടായി. താൻ വികലാംഗനായി തീരാൻ കാരണം മാതാവാണല്ലോ എന്നതിനാൽ അമ്മയോട് ദേഷ്യമുണ്ടായി. ആ മകൻ അമ്മയെ ശപിച്ചു. വളർച്ച മുറ്റാത്ത തന്നെ ഇങ്ങനെയാക്കിയതിൽ അമ്മ കുദ്രുമാതാവിൻ്റെ ദാസ്യവൃത്തി ചെയ്യാൻ ഇടയാവട്ടെ. വിനത കുദ്രുവിൻ്റെ ദാസിയായി തീരുമെന്നും ശപിച്ചു. ആ അമ്മ മകനെ ദയനീയമായൊന്ന് നോക്കി. അപ്പോൾ അമ്മയോട് അല്പം കനിവ് തോന്നിയ മകൻ പറഞ്ഞു, അടുത്ത മുട്ടയെങ്കിലും തനിയെ വിരിയാൻ അനുവദിക്കൂ. അതിൽ നിന്നുണ്ടാകുന്ന പുത്രൻ അതിബലവാനും അമ്മയുടെ ദാസ്യമൊഴിപ്പിക്കാൻ കഴിവുള്ളവനുമായിരിക്കും. അവൻ സ്വർഗത്ത് ചെന്ന് അമൃത് കൊണ്ടുവന്ന് ദാസ്യമൊഴിപ്പിക്കും. അപ്പോൾ അമ്മ സ്വതന്ത്രയാകും. ഖേദിക്കേണ്ട, ഞാനിവിടെ നിൽക്കുന്നില്ല. ആ പുത്രനാണ് അരുണൻ എന്ന സൂര്യസാരഥി. 500 വർഷം കൂടി കാത്തിരുന്നപ്പോൾ വിനതയുടെ അടുത്ത മുട്ട വിരിഞ്ഞു. സുന്ദരനും സുകുമാരനും അനന്ത ബലശാലിയുമായ അനന്തപ്രഭാപൂരിതനുമായ ഗരുഡനായിരുന്നു അത്. ഗരുഡൻ്റെ ജനനത്തിൽ എല്ലാവരും സന്തോഷിച്ചു. മാതാവായ വിനത അതിഥിക്ക് ഏറെ സന്തോഷമുണ്ടായി. തൻ്റെ ദാസ്യമൊഴിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ ഈ പുത്രൻ എന്ന് സമാധാനിച്ചു. ഇവൻ എന്നെ സ്വതന്ത്രയാക്കുമെന്ന ചിന്ത ആ മാതാവിന് സന്തോഷകരമായ കാര്യമായിരുന്നു. കദ്രു വിനതയെ കൊണ്ടു ചെയ്യിപ്പിക്കാവുന്ന ദാസ്യവൃത്തികൾ കണ്ട് ഗരുഡന് ദുഃഖമുണ്ടായി. ചിലപ്പോൾ കദ്രു ഗരുഡനെ കൊണ്ടും ദാസ്യവൃത്തി ചെയ്യിപ്പിച്ചു വന്നു. ചില സമയം ഗരുഡൻ അമ്മയ്ക്ക് വേണ്ടി കദ്രുവിൻ്റെയും കദ്രു സുതന്മാരുടെയും ദാസ്യപ്രവൃത്തി ചെയ്തു വന്നു. ഇങ്ങനെയിരിക്കെ ഒരിക്കൽ ഗരുഡൻ മാതാവിനോട് അതിൻ്റെ കാരണമാരാഞ്ഞു. നമ്മൾ എന്തിനു ഇവർ പറയുന്നത് ചെയ്യണം? അപ്പോൾ വിനത ദാസ്യവൃത്തിയുടെ കാരണം പറഞ്ഞു. കൂട്ടത്തിൽ അതുകൂടി പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് അമൃതകുംഭം കൊണ്ടുവന്നാൽ ദാസ്യമൊഴിയും, സ്വതന്ത്രയാകും. അപ്പോൾ ഗരുഡൻ നിശ്ചയിച്ചു, ഇനി സ്വർഗത്തിൽ പോയി അമൃതകുംഭം കൊണ്ടുവന്ന് അമ്മയുടെ ദാസ്യം ഒഴിക്കുക തന്നെ. ഇനി ഒട്ടും അമാന്തിച്ചുകൂടാ. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ സ്വർഗത്തേക്ക് പോയി. വഴിക്കു ധാരാളം പ്രതിബന്ധങ്ങളുണ്ടായെങ്കിലും എല്ലാം തരണം ചെയ്ത് സ്വർഗത്തെത്തി. ഇന്ദ്രൻ ഗരുഡനെ തടഞ്ഞു, യുദ്ധം ചെയ്തു. ഇന്ദ്രനും ഗരുഡനെ ഒന്നും ചെയ്യാനായില്ല. തോറ്റ ഇന്ദ്രനോട് ഗരുഡൻ പറഞ്ഞു, ഇവിടെയിരിക്കുന്ന അമൃതകുംഭം കുറച്ച് സമയത്തേക്ക് എനിക്ക് തരണം. എൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിപ്പിക്കുന്നതിനാണിത്. അതിനുശേഷം അമൃതകുംഭം ഇതുപോലെ തന്നെ ഒരു കേടും കൂടാതെ തിരികെ ഏൽപ്പിക്കുന്നതാണ്. ഗരുഡൻ ഇന്ദ്രൻ ലോകം വാഴാനല്ല
തന്നെ തോൽപ്പിച്ചതെന്നും അമൃതകുംഭത്തിനാണെന്നും അതിൻ്റെ വ്യവസ്ഥയും അറിഞ്ഞ ഇന്ദ്രൻ സന്തുഷ്ടനായി അമൃതകുംഭം കൊണ്ടുപോകാൻ അനുവദിച്ചു. അപ്രകാരം അനേകം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മാതൃസ്നേഹമുള്ള ആ പുത്രൻ അമൃതകുംഭവുമായി ഗൃഹത്തിലെത്തി. നിലം മെഴുകി ദർഭ വിരിച്ച് അമൃതകുംഭം അവിടെ വെച്ചു. പവിത്ര സാധനങ്ങളെല്ലാം നിലം മെഴുകി ദർഭ വിരിച്ച് അവിടെയാണ് വയ്ക്കുക പതിവ്. അതാണ് അമൃതകുംഭം പരിശുദ്ധമായ സ്ഥലത്ത് വെച്ചത്. കുംഭം വെച്ച് ഗരുഡൻ കദ്രുമാതാവിനെയും അമ്മയെയും സർപ്പസഹോദരങ്ങളെയും വിളിച്ചു നിർത്തി പറഞ്ഞു, അമൃതകുംഭം കൊണ്ടുവന്നാൽ എൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിയുമെന്നും സ്വതന്ത്രയാകുമെന്നുമാണല്ലോ പറഞ്ഞത്. ഇതാ അമൃതകുംഭം കൊണ്ടുവന്നു. അമ്മ സ്വതന്ത്രയായി. പിന്നെ അമ്മയെ നോക്കി പറഞ്ഞു, അമ്മേ, ഇതാ ഈ നിമിഷം മുതൽ അമ്മ ദാസിയല്ല. ദാസ്യം തീർന്നിരിക്കുന്നു. ഇനി അമ്മ സ്വതന്ത്രയാണ്. അമൃതകുംഭം കണ്ട സർപ്പങ്ങൾ വേഗം കുളിച്ചു വന്ന് അമൃത് ഭുജിക്കാമെന്നു കരുതി കുളിക്കാൻ പോയി. ഗരുഡൻ വിചാരിച്ചു, അമൃത് കൊണ്ടുവരണമെന്നായിരുന്നല്ലോ ശാപം, അത് കൊണ്ടുവന്നു. ഇനി ഇന്ദ്രനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇത് തിരികെ ഉടൻ കൊണ്ടു കൊടുക്കണം. ഈ വിചാരത്താൽ കുംഭം എടുത്തപ്പോൾ അതിൽ നിന്നും ഏതാനും തുള്ളി താഴേക്ക് വീണു. അത് ദർഭയിലാണ് പതിച്ചത്. അമൃതപാനം ചെയ്യാൻ വേണ്ടി കുളിക്കാൻ പോയ സർപ്പങ്ങൾ തിരിച്ചു വന്നപ്പോൾ അമൃത് കാണാനില്ല. ദർഭയിൽ കണ്ട അമൃത് എല്ലാ നാഗങ്ങളും നക്കി നോക്കി. ദർഭയിൽ തട്ടി എല്ലാവരുടെയും നാവുകൾ രണ്ടായി മുറിഞ്ഞു. അതാണ് നാഗങ്ങളുടെ നാവുകൾ രണ്ടായി കാണുന്നത്. അമൃത് തുളമ്പി വീണതിനാൽ ദർഭയുടെ പരിശുദ്ധി കൂടി. അന്നു മുതൽ ദർഭ ശുദ്ധവസ്തുവായി വാഴ്ത്തപ്പെട്ടു. പിതൃകർമ്മങ്ങൾക്കും യാഗാദി സൽക്കർമ്മങ്ങൾക്കുമെല്ലാം തന്നെ ദർഭ ആവശ്യ വസ്തുവായി പരിഗണിക്കപ്പെട്ടു. ഇന്നും ദർഭയുടെ പരിശുദ്ധി കോട്ടം തട്ടാതെ നിലനിൽക്കുന്നു. പല സൽക്കർമ്മങ്ങൾക്കും ദർഭ ആവശ്യ വസ്തുവായി ഇന്നും പരിഗണിക്കപ്പെടുന്നു.